ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലോ ഒരു ലെങ്ത് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സമയം രാവിലെ 5:45. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ടെറസിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ റോക്കി ഇപ്പോൾ 2-3 മാസമായിട്ട് ടെറസിലാണ് വാസം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് പ്രോഡക്റ്റ്സ് ഒക്കെയാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ റോക്കിയുടെ രോമോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് റോക്കി നമ്മൾ ടെറസിലാണ് ഇപ്പോൾ അവനെ വിട്ടേക്കുന്നത്. അവനാണെങ്കിലോ അല്പസമയം കിട്ടിയ ടെറസിൽ നിന്ന് എങ്ങനെയൊക്കെയോ അവൻ താഴേക്കൊക്കെ എത്തിയിട്ട് നമ്മുടെ കൂടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞാൻ റോക്കിയെ നോക്കാനായിട്ട് അവിടെ എത്തി ഫുഡുമായിട്ട്. അവിടെ വന്നപ്പോൾ റോക്കിയെ കാണാനില്ല. പക്ഷേ എനിക്കറിയാം റോക്കി നമ്മളെ തിരഞ്ഞ് രാവിലെ തന്നെ താഴെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി താഴത്തെ ഡോറ് തുറക്കുമ്പോൾ അറിയാം റോക്കി എവിടെയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, ഇടയ്ക്ക് വെച്ച് എപ്പോഴോ ഞാൻ എന്നെ ഒന്ന് മറന്നു. അപ്പോൾ എന്നെപ്പോലെ വീട്ടമ്മമാരായാലും വർക്കിംഗ് വുമണായാലും എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ച് ഒരു എന്താ പറയുക, മുഖത്ത് ആ രക്തപ്പച്ച ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോൾ അതുവരെയും ഞാൻ എന്നെ ശ്രദ്ധിക്കാറേയില്ല എന്നതാണ് വാസ്തവം. എന്നെ ശ്രദ്ധിക്കാറേയില്ലായിരുന്നു. വീട്ടിൽ വന്നാൽ അത്യാവശ്യം ഫുഡൊക്കെ സാധാരണ പോലെയൊക്കെ ഉണ്ടാക്കുന്നു, അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് ദിവസങ്ങളിൽ, അപ്പോൾ അതിന് മുന്നേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെ ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ അതിന് മുന്നേ എൻ്റെ വീട്ടിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡിനൊന്നും ഒരു കുറവും വെക്കാതെ തന്നെയാണ് എല്ലാവരും നോക്കിയത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നാൾ ഇക്കാടെ കൂടെ അബുദാബിയിലായിരുന്നു. അപ്പോൾ അവിടെയും ഫുഡ് ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഫുഡിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം ആവശ്യത്തിൽ ഇത്തിരി കൂടെയും ഫുഡൊക്കെ റെഡിയാക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു 1 ഇയറിൽ എനിക്ക് പറ്റിയൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 2 ദിവസം അവധി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോയി. അപ്പോൾ ഹസ്ബൻഡ് സ്ഥലത്തില്ല, ഗൾഫിലാണ്. ആ സമയത്ത് അതിൻ്റെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എനിക്കെന്തോ എണീക്കുമ്പോൾ എന്തോ തല കറങ്ങുന്ന പോലെയും എനിക്ക് എന്തോ ക്ഷീണവും, എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ക്ഷീണിച്ച അവശയായ ഒരവസ്ഥ. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോഴേ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ കാണുന്നവരൊക്കെ പറയുന്നുണ്ട്, അയ്യോ എന്തോ എത്തി ഇങ്ങനെ അങ്ങ് തീരെ ക്ഷീണിച്ചല്ലോ, ഉണങ്ങിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം കേട്ടതുകൊണ്ട് എനിക്ക് വലിയ ഒരു സംഭവമായിട്ടൊന്നും അപ്പോഴും തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ രാവിലെ ആയപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി എന്നെ ഇവിടെ ഒരു വിതുര ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു, BP ഒക്കെ നോക്കിയപ്പോൾ മാം പറഞ്ഞു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി ഒരു പ്രായമായ ഒരു ലേഡി ഡോക്ടറായിരുന്നു. അപ്പോൾ ആ മാം എന്നോട് പറഞ്ഞു, മോളെ BP വളരെ കുറവാണ്, പിന്നെന്താണ് ഹീമോഗ്ലോബിനൊക്കെ 8 പോയിൻ്റായി, ബ്ലഡ് കുറവ്, അപ്പോൾ നല്ല പോലെ ഫുഡും ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ, വെള്ളമൊന്നും ആവശ്യത്തിന് കുടിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യാണ്, എൻ്റെ ജോലി എന്താണ്, അതോ വീട്ടിലിരിക്കുകയാണ് എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ മാം എന്നോട് പറഞ്ഞു, ഏറെക്കുറെ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, എന്നാൽ അവരെ പറ്റി അവർ കെയർ ചെയ്യുന്നില്ല. മോളെ അങ്ങനെ ആകരുത്, നമ്മളെ കെയർ ചെയ്യുക ആദ്യം. നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കണം, ഒപ്പം നമ്മളെയും നമ്മൾ കെയർ ചെയ്യണം. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ നമ്മുടെ ചുറ്റുള്ളവരെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാനൊക്കെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മാം എന്നോട് ചോദിച്ചായിരുന്നു. എന്നിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾക്കെല്ലാം മുൻഗണന കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. കുറേ ഉപദേശമൊക്കെ തന്നു. മോളെ എന്നുള്ള വിളിയും ആ ഒരു എന്തോ ഒരു ലാളിത്യമുള്ള സംസാരവും ഒക്കെ എന്നെ ഏറെ ആകർഷിച്ചു. മാമിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോഴാണ് മാം പിന്നെ എൻ്റെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇലവർഗ്ഗങ്ങൾ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ മാംസാഹാരങ്ങൾ, അതിൽ മട്ടൺ എടുത്തു പറഞ്ഞു. മാസത്തിൽ 1 തവണയെങ്കിലും മട്ടൺ കഴിക്കണം, കാരണം എനിക്ക് അത്രയും ബ്ലഡൊക്കെ കുറഞ്ഞിരുന്നതുകൊണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ലാളിത്യത്തോടെയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴും ആ മാമിനെ ഞാൻ കണ്ടിട്ടുമില്ല. വല്ലപ്പോഴുമൊക്കെ അസുഖം വരുമ്പോഴല്ലേ നമ്മൾ പോകാറുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ ആളുകൾ മാറി മാറി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരാളെ തന്നെ കാണാനൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ശരി, അതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡെല്ലാം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കറക്റ്റായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇടയിൽ 1 മാസം കഴിക്കാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നിരുന്നു. അതും ഞാൻ കറക്റ്റായി കഴിച്ചു. പിന്നെ ഞാൻ നല്ല ഉന്മേഷവതിയായി എനർജറ്റിക്കായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പിന്നെ ഉള്ള ദിവസങ്ങളിലെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് അതൊരു ടൈമിനകത്ത് വെച്ച് ഇത്ര ഉണ്ടാക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. അതനുസരിച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നേരെ ചൊവ്വേ വെള്ളവും കുടിക്കുന്നില്ല, ഫുഡും കഴിക്കുന്നില്ല. വീണ്ടും ഞാൻ എന്നെ മറന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ എന്നെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. സെൽഫ് ലവ് എന്ന് പറയും, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ എന്നെ പിന്നെ ആര് സ്നേഹിക്കും? അതുപോലെ ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നെ വേറെ ആര് റെസ്പെക്റ്റ് ചെയ്യും? അതുപോലെ എന്നെ ഞാൻ വാല്യൂ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എത്ര വാല്യൂ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ വീണ്ടും എന്നെ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അതുപോലെ എന്നെപ്പോലെ ഉള്ളവർ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരിലുണ്ടെങ്കിൽ, നിങ്ങളും നിങ്ങളെ വാല്യൂ ചെയ്യണം, ലവ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ നമുക്കത് തരുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വീട്ടുകാര്യങ്ങളും കുട്ടികളെ നോക്കുന്നതും ഒക്കെ ആയിട്ടുള്ള തിരക്കിനിടയിൽ സ്വയം ശ്രദ്ധിക്കാൻ മറന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.